വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അധികം ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ നമുക്ക് കൈവശമുണ്ട്. ഈ 2 ലേഖനങ്ങളും സമർത്ഥമായ ചില വിഷയങ്ങളാണ് നമ്മൾക്ക് കൈമാറുന്നത്. അതിൽ 5-ാം അധ്യായം വളരെ സവിശേഷമാർന്നതാണ്. നിങ്ങളത് പലതരത്തിൽ പലരിൽ നിന്നായി പഠിച്ചിട്ടുണ്ടാകും. പൗലോസിന്റെ പ്രത്യാശയുടെ ആഴം ശരിയായി ഗ്രഹിക്കണമെങ്കിൽ 5-ാം അധ്യായം പഠിച്ചാൽ ധാരാളമാകും. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുകയാണ്, കൂടാരമായ ഈ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ, ഞങ്ങളുടെ ഈ കൂടാരത്തിന് തകരാറ് സംഭവിച്ചാൽ, ഞങ്ങളുടെ ഈ ഭവനം ഉടഞ്ഞുപോയാൽ, കൈപ്പണിയല്ലാത്തൊരു ഭവനം എനിക്ക് സ്വർഗത്തിൽ ഉണ്ട്. ഒന്ന് പറഞ്ഞ്, എനിക്ക് സ്വർഗത്തിലുണ്ട്. ആ തിരിച്ചറിവാണ് വിശ്വാസ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഇവിടം വിട്ടാൽ എനിക്ക് അവിടെ ഒരു ഭവനമുണ്ട്. ഈ ദേശം വിട്ടാൽ നാട്ടിൽ എനിക്കൊരു വീടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നവർ ഉണ്ടല്ലോ. ഞാൻ ഈ പ്രാവശ്യം കാനഡയിൽ പോയപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, പിള്ളേരാരും ഞങ്ങളെ നോക്കാൻ സാധ്യതയില്ല. അവിടുത്തെ ആ സൊസൈറ്റിയുടെ കൾച്ചർ അങ്ങനെയാണ്. എല്ലാം വിട്ടിട്ട് പോന്നു. നാട്ടിലെ വീടും വിട്ടു, നാടും വിട്ടു, എല്ലാം വിട്ട് ഇവിടെ വന്നു. മക്കൾ വലുതായി. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നു, ഇവിടെയുള്ള പ്രായമായവരെ നോക്കുന്ന ചില ഷെൽട്ടറുണ്ട്, അത് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ കിടക്കുന്നതിനേക്കാളും ഭേദം സ്വന്തം നാട്ടിൽ പോയി 10-40 ലക്ഷം രൂപ കൊടുത്താൽ സുഖമായി പാർക്കാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ധാരാളമായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, സാറ് ചിലതൊക്കെ എനിക്ക് ബുക്ക് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു. മക്കൾ കോളേജിലേക്ക് മാറിയതോടുകൂടി, യൂണിവേഴ്സിറ്റിയിലേക്ക് പോയതോടുകൂടി മാതാപിതാക്കളെല്ലാം യൂസ്ലെസ് ആയി. അവർ പ്രായമായി. അവർ ഇവിടം വിടുകയും ചെയ്തു. മക്കൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടും വീടും വിട്ടു, PR കിട്ടി, അങ്ങ് പോയി. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പലതാണ്. ഞാൻ അത് പറയാൻ എൻ്റെ മുമ്പിൽ നേരം പോരാ. പക്ഷേ സ്വന്തം നാട് വിട്ട് അവിടെ ചെന്നപ്പോൾ, അവിടുത്തെ സാഹചര്യങ്ങൾക്കകത്ത് പെട്ടുകഴിഞ്ഞപ്പോൾ, മക്കളുടെ പ്രതികരണങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി സ്വന്തം നാട് തന്നെയാണ് നല്ലത്. ഗൾഫിലുള്ളവർക്ക് ഏതായിരുന്നാലും ആ പറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെങ്കിലും പോയി അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യണം എന്നൊരു ചിന്ത, അവിടെ ഒരു വീടുണ്ട് എന്നുള്ളത് വെള്ളിയാഴ്ച വൈകുന്നേരമെങ്കിലും നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും നമ്മൾ ഓർക്കും. പ്രിയ ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അങ്ങനെയൊരു നാടല്ല, പലസ്തീൻ നാടല്ല, സമാഗമന കൂടാരമല്ല, സ്വന്തം കൂടാരമല്ല. തൻ്റെ ഈ മൺകൂടാരം പൊളിഞ്ഞാൽ, ഇത് തകർന്നാൽ എനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്. അതൊരു ഭാഗ്യമാണ്. വേദപുസ്തകത്തിൽ ശിഷ്യന്മാർ കർത്താവിന് വേണ്ടി പാനീയയാഗമായി ഒഴിക്കപ്പെട്ടു. വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ വാഞ്ചിക്കുന്നു. എന്താണ് പാനീയയാഗം? ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കുമ്പോൾ, യാഗപീഠത്തിൽ തീ ജ്വലിക്കുമ്പോൾ, യാഗപീഠത്തിന്റെ കീഴെ എണ്ണയോ വീഞ്ഞോ ഒഴിച്ചു കൊടുക്കും.
അതാണ് പാനീയയാഗം. കാൽവറിയിൽ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ യാഗപീഠത്തിന്റെ കീഴെ വിശുദ്ധ പൗലോസ് പറഞ്ഞു, എന്റെ ജീവിതം ഒരു പാനീയയാഗമായി ഒഴിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി ഒഴിക്കപ്പെടാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ വളരെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു. നാട്ടിലുള്ള പലരും വിലക്കി പോകുന്ന പലയിടത്തും ബുദ്ധിമുട്ടാണ്. രാജസ്ഥാനിൽ എതിർപ്പുണ്ട്, ഛത്തീസ്ഗഡിൽ എതിർപ്പുണ്ട്, ബീഹാറിൽ എതിർപ്പുണ്ട്. ഇതിന്റെ നടുവിൽ വാഹനത്തിലുള്ള ദീർഘദൂര യാത്ര, 24-26 മണിക്കൂർ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് രാത്രിയിലുള്ള യാത്ര. പക്ഷേ ദൈവമക്കളെ, പതറാതെ പോയതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ വീട്ടിലുള്ളവരോടും പ്രസ്ഥാനത്തിലുള്ളവരോടും പറഞ്ഞു, ഈ ജീവിതം എവിടെ വെച്ച് മണ്ണോട് മണ്ണായി അമർന്നാലും എനിക്ക് കൂടാരമായൊരു ഭവനം സ്വർഗത്തിൽ ഉണ്ട്, സ്വർഗത്തിലുണ്ട്. അവരുടെ കഷ്ടപ്പാടിനോട് താതാത്മ്യപ്പെടാൻ ദൈവം കൃപ ചെയ്തു. ഛത്തീസ്ഗഡിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ നിന്നൊരു കുടുംബത്തെ പുറത്താക്കിയിരിക്കുന്നു. ഗ്രാമം വിലക്കി, അപ്പനും അമ്മയും മൊഴി ചൊല്ലി പുറത്തിറക്കി. അവനൊരു മേയ്സനായിരുന്നു. അവൻ വേഗത്തിലൊരു വീട് തല്ലിക്കൂട്ടി. 2 മക്കളുണ്ട്. അവന്റെ സ്ഥലം ഇന്ന് ചർച്ചിന് വേണ്ടി തന്നു. അവൻ ബൈബിൾ സ്കൂളിൽ ചേർന്നു. 3 മാസത്തെ ട്രെയിനിങ് കൊടുത്തു. അവന്റെ 2 മക്കളെയും അയൽപക്കത്താക്കി. ശേഷം അപ്പനും അമ്മയും ബൈബിൾ പഠിക്കാനായിട്ട് വന്നു. ഇന്ന് പ്രതിസന്ധികൾക്കകത്ത് അവരുടെ സ്വന്തം നാട്ടിൽ അവർ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. എല്ലാം എതിർപ്പാണ്, എല്ലാവരും എതിർപ്പാണ്. പക്ഷേ ആ ആദിവാസി കുടുംബം കർത്താവിനായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ മുംഗേലി വില്ലേജിൽ, മുംഗേലി ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഫീൽഡിൽ ഒരു സംഭവം ഉണ്ടായി. അഞ്ജനി എന്നാണ് അവളുടെ പേര്. 29 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ അവളുടെ വീട്ടിൽ പോയി, ഞങ്ങൾ ടീമായി കടന്നു ചെന്നു. അവളുടെ വീട് കണ്ടാൽ മഹാത്ഭുതം. അത് 9 അംഗങ്ങളുള്ള അപ്പനും അമ്മയുമുള്ള ഒരു വീടാണ്. നിന്ന് തിരിയാൻ ഇടമില്ല. മഴ പെയ്താൽ മുഴുവനും വെള്ളമാണ് അതിനകത്ത് വളരെ പ്രതിസന്ധിയാണ് കിടക്കാൻ, രാപാർക്കാൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് രാപാർക്കും? ഇപ്പൊ ഞങ്ങൾ പുറമെ കിടക്കും, മറ്റ് വീടിന്റെ തിണ്ണയിൽ പോയി കിടക്കും, ഞങ്ങൾ നേരം വെളുപ്പിക്കും. അഞ്ജനി അവൾ ഒരു ഭ്രാന്തിയായിരുന്നു, മാനസിക വിഭ്രാന്തിയായിരുന്നു അഞ്ജനിക്ക്. യാത്രാവേളയിൽ നമ്മുടെ മിഷണറി വണ്ടി നിർത്തി, അവളുടെ ഭാവവും മട്ടും കണ്ട് വണ്ടി നിർത്തി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അഞ്ജനിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. അഞ്ജനിക്ക് പൂർണ്ണ സൗഖ്യമായി തന്നെയല്ല, നന്നായി നല്ല സൗന്ദര്യമുള്ള നല്ലൊരു കുട്ടി. 29 വയസ്സ് പ്രായമുണ്ട്. MA വരും പഠിച്ചതാണ് അവള്. പക്ഷേ അവൾ മാനസിക രോഗിയായി പോയി. പ്രിയ ദൈവമക്കളെ, അവൾക്ക് പ്രാർത്ഥിച്ചു. അവളുടെ ആ വിഭ്രാന്തി മാറി. അവൾ ബൈബിൾ കോളേജിൽ വന്ന് ചേർന്നു. അപ്പോൾ ഗ്രാജുവേഷന് വേണ്ടി കടന്നു ചെന്നപ്പോൾ അവൾ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവളുടെ വീട് പോയി കണ്ടു. അവൾക്കൊരു വീട് വെച്ച് കൊടുക്കണം. നമ്മുടെ കൃപാഭവൻ താൻ യോജനയുടെ ഭാഗമായി ഒരു ചെറിയ വീട് വെച്ച് കൊടുക്കാനായിട്ട് പരിപാടി ഇട്ടു. 400 സ്ക്വയർ ഫീറ്റുള്ള വീട്. അതിനുവേണ്ടി ചെന്ന് സ്ഥലം കണ്ട് നിർണയിച്ച് ആ സ്ഥലത്തിന് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടപ്പോഴേക്കും ഗ്രാമസഭ ഒരുമിച്ച് കൂടി. അവരൊരുമിച്ച് കൂടിയിട്ട് അവർ തീരുമാനിച്ചു, ഇവളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം. ആ കുടുംബം ഒരുമിച്ച് ഗ്രാമസഭയോട് പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എന്നെ സൗഖ്യമാക്കിയ യേശുവിനെ ഞാൻ തള്ളിപ്പറയില്ല. ഞങ്ങൾക്ക് ആർക്കും ഗ്രാമത്തിൽ കയറി ചെല്ലാൻ വയ്യ. വീഡിയോ കോളിംഗ് വഴിയാണ് പണികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. 3 പ്രാവശ്യം അവർക്ക് താക്കീത് കൊടുത്തു. ഏറ്റവും ഒടുവിൽ
ആ ഭവനത്തെ അവർ ഊരി വിലക്കി. അവരുടെ ഓരോ ആവശ്യത്തിനും തമ്മിൽ തമ്മിൽ സഹകരിക്കാൻ പറ്റില്ല. ആ വീട് ഒറ്റപ്പെട്ടു. അഞ്ജനി പറഞ്ഞു, എന്തൊറ്റപ്പെട്ടാലും എനിക്ക് സൗഖ്യം തന്ന എൻ്റെ യേശു ജീവിക്കുന്നു. ജീവനെങ്കിൽ ജീവൻ വെച്ച് യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ്. ഇത് മാത്രം. ഞാൻ അവരോട് പ്രസംഗിച്ചതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു, എനിക്ക് 61 വയസ്സായി, ഇനി നിങ്ങളുടെ വില്ലേജിൽ വരാനോ നിങ്ങളുടെ ഗ്രാമം കാണാനോ ഒന്നും എനിക്ക് സാധിച്ചു എന്ന് വരില്ല. ഞാൻ അങ്ങ് മരിച്ചു എന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. എനിക്കിന്ന് വന്ന് നിങ്ങളെ കാണാൻ സാധിക്കാതെ പോയി എന്ന് വിചാരിക്കുക. ഇതെൻ്റെ അവസാനത്തെ യാത്രയാണെന്ന് ചിന്തിക്കുക. ഇനി പിന്നെ നമ്മളെങ്ങനെ കാണും എന്ന് ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഒട്ടും മടിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ ശബ്ദത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സ്വർഗ്ഗ ദർബാർ മേ ഹം മിലേംഗെ. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്വർഗത്തിലെ ദർബാറിൽ സാറേ നമ്മൾ ഒരുമിച്ച് കാണും. ഇതാണ് 6 വർഷം കൊണ്ട് അവർക്ക് കിട്ടിയ വിശ്വാസം. ഈ ഭൂമിയിൽ തീരുന്നതല്ല ഈ ജീവിതം. ഈ ജീവിതം സ്വർഗത്തിലൊരു ഭവനമുണ്ട്, സ്വർഗത്തിലൊരു ശരീരമുണ്ട്, സ്വർഗത്തിൽ ഒരു പൗരത്വമുണ്ട്, സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്, സ്വർഗത്തിൽ ജീവന്റെ ജീവനായ ഒരുവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ആദാമിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ ജഡം, ഈ ജീവൻ ഈ മണ്ണിൽ ഒടുങ്ങിപ്പോകും, ഈ മണ്ണിൽ തീർന്നു പോകും. എന്നാൽ യേശു കർത്താവിൽ നിന്ന് ലഭിച്ച ഒരു ജനനമുണ്ട്. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. ആ ജനനം സിദ്ധിച്ച വ്യക്തി മരിച്ചാലും ജീവിക്കും. ഒരാമീൻ പറഞ്ഞേ. പള്ളിയിൽ മാത്രമല്ല, ഇവിടെയും പറയാം ആമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒന്നുകൂടി പറഞ്ഞേ, ആമീൻ. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞു, ഇതിൽ വസിക്കുന്നിടത്തോളം കാലം ഞാൻ ക്രിസ്തുവിൽ നിന്ന് ദൂരെയാണ്. ഞാൻ ക്രിസ്തുവിൽ നിന്ന് ദൂരെയാണ്. ഈ ശരീരം അങ്ങ് പൊളിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ അടുത്താണ്. ഇതിലേത് വേണം നമുക്ക്? കേട്ടില്ല. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മളാരും പോകില്ല എന്നുള്ളതാണ്. 95 വയസ്സായ ഒരു ഉലഹന്നാൻ ചേട്ടൻ രാജഗിരി ഹോസ്പിറ്റലിൽ 2ാമത്തെ ഓപ്പറേഷന് വിധേയനായി കിടപ്പുണ്ട്. എന്നും രാവിലെ മോർണിംഗ് പ്രേയറിൽ പ്രാർത്ഥിക്കാൻ പറയും. ഉലഹന്നാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യത്തെ ഓപ്പറേഷൻ പകുതിയായപ്പോൾ എന്തോ പ്രശ്നമായി അത് നിന്നുപോയി. വീണ്ടും ആ മനുഷ്യനെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്തു. വള്ളിയും കയറും എല്ലാം വായിലൂടെ മൂക്കിലൂടെ എല്ലാം ഇട്ട് ഒരു പ്രത്യേക പരുവത്തിൽ കിടത്തിയിരിക്കുക. അധികം പ്രായമൊന്നുമില്ല, 95 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ ആ ആൻറ്റിയോട് വളരെ സരസമായി ചോദിച്ചു, ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എന്തിനാണ് ഇതിനു മാത്രം കഷ്ടപ്പെടണേ? ഞാൻ ഇവിടം വിട്ടാൽ എനിക്ക് അവിടെ ഒരു ഭവനമുണ്ടെങ്കിൽ, ആ ഭവനത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപിരിഞ്ഞ് യേശുവിൻ്റെ അടുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ആഗ്രഹത്തോടെ പോകണം. ഈ ശരീരം വിട്ട് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം. സ്കൂളിൽ ഈ മോണിറ്റർ തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പിള്ളേരുടെ ഇടയ്ക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. വോട്ടിടും. ആ വോട്ടെന്നുള്ളത്, നമ്മൾ ഇവിടുന്ന് ടൂർ പോകുമ്പോൾ നിങ്ങൾ ആരുടെ അടുത്തിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും പേരെഴുതി ഞാൻ ഇന്നയാളുടെ അടുത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നു പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് അടുത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ ക്ലാസ്സിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കും.
ഈ ചിലരുടെ അടുത്ത് ആർക്കും ഇരിക്കണ ഇഷ്ടമല്ല. ചില കുട്ടികളുടെ അടുത്ത് ഒന്നോ രണ്ടോ പേര് കാണും. ചില കുട്ടികളുടെ അടുത്ത് അവരെല്ലാം കൂട്ടത്തോടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കും. കാരണം സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഉള്ള അതുകൊണ്ടാണ്. ദൈവമക്കളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ജീവിത ചുറ്റുപാടിലും സുഹൃത്തുക്കളിലും എല്ലാം ഉള്ളത് സ്നേഹിക്കുന്നവരുടെ അടുത്തിരിക്കാൻ നമ്മുടെ മനസ്സ് തുടിക്കും. സ്നേഹിക്കാത്തവരുടെ അടുത്തുനിന്ന് നമ്മൾ എത്രയും വേഗം ഗുഡ് ബൈ പറഞ്ഞു പോകും. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യതയുള്ളതാണെങ്കിൽ എനിക്കെൻ്റെ യേശുവിൻ്റെ അടുത്തിരിക്കാനാണ് എനിക്ക് ആശ. ഈ ശരീരമാണ് അതിന് തടസ്സം. എൻ്റെ മോൾ ഇതിനകത്തുണ്ട്, മരുമോൻ വന്നിട്ടുണ്ട്. വീട്ടിലൊരു കറുത്ത ഡയറി ഉണ്ട്. ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട്, ആ ഡയറിയുടെ ആരംഭ പേജിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഒരു കാരണവശാലും വള്ളിയും കയറി വിട്ട് വെന്റിലേറ്ററിൽ ഇടരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ ഡാഷ് 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 ഇന്നെ പോലെ ചെയ്തേക്കണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡയറിയുടെ നിറം കറുപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മനസ്സുകൊണ്ട് അത്രമാത്രം വടക്കേ ഇന്ത്യക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരിക്കൽ ഞാൻ മറ്റേ നേപ്പാളിന് കടന്നു പോയപ്പോൾ മേരിക്കുഞ്ഞിനെ, എൻ്റെ ഭാര്യയുടെ പേര് മേരിക്കുഞ്ഞെന്നാണ്, അവളെ വിളിച്ച് പറഞ്ഞിട്ട് പോയി, സിലിഗുഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിലാണ് എൻ്റെ ബാഗല്ല ഇരിക്കണേ. ഞാനിങ്ങനെ പോവുകയാണ്, മാവോയിസ്റ്റുകളുടെ ഇടയിലേക്കാണ്. മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ കാര്യം, ഈ ഹോട്ടലിൻ്റെ നമ്പറും സ്ഥലവും നീ നോട്ട് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ പോയി 180 കിലോമീറ്റർ നേപ്പാളിനകത്തേക്ക് മാവോയിസ്റ്റുകളുടെ നടുവിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കരമായ ബന്ധാണ്. ആ വണ്ടി മുൻപോട്ട് വിടില്ല. എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ കഴിയാതെ ഞാൻ തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു ചേർന്നു. അത്രമാത്രം വൈഷമ്യങ്ങൾ നിറഞ്ഞ ഈ യാത്രകളിൽ ഭയരഹിതമായി എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ യാത്രയിൽ ഞാൻ അവരുടെ, എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കടന്ന് വിശ്വാസികളോട് കൂടെയായി അവരോടൊപ്പം മരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നതെന്ന് അവരോട് ഞാൻ പറഞ്ഞു. ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നതല്ല, വീട്ടിൽ കിടന്ന് മരിക്കുന്നതല്ല, കർത്താവിന് വേണ്ടി നേടിയെടുത്ത ഫീൽഡുകളിലെ വിശ്വാസികളോടൊപ്പം ജീവിതം സമർപ്പിക്കുവാൻ അത്രമാത്രം ഹൃദയത്തിലെ തുടിപ്പ് ഹൃദയത്തിൽ അനുഭവിക്കുകയാണ്. കാരണം എൻ്റെ യേശുവിൻ്റെ അടുത്ത് എനിക്ക് ചെന്നിരിക്കണം. എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ കർത്താവിൻ്റെ മടിയിലിരിക്കാനുള്ള ഹൃദയത്തിലെ വാഞ്ച. ലോകത്ത് ഇതുപോലെ സ്നേഹിക്കാൻ ആരുമില്ല ദൈവമക്കളെ. അപ്പൻ സ്നേഹിക്കാൻ കഴിയാത്തത്, അമ്മയ്ക്ക് തരാൻ കഴിയാത്ത സ്നേഹം, എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭർത്താവിനോ തരാൻ കഴിയാത്ത സ്നേഹം കാൽവറിയിൽ നിന്ന് ഊറ്റി 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 തന്ന്, ഊറ്റി പറക്കി തന്ന് സ്നേഹിച്ച യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുഖത്തൊന്ന് നോക്കി, അവൻ്റെ സമീപത്തൊന്നിരുന്ന് അവൻ്റെ കൈകാലുകളെ ഒന്ന് മുത്തം വെച്ച് യേശുവിൻ്റെ ലാവണ്യമേറിയ മുഖത്ത് നോക്കി അവനോടൊന്ന് ഒട്ടിയിരിക്കാൻ, ഈ ശരീരം മാത്രമാണ് എനിക്ക് തടസ്സം, ഈ ശരീരം വിട്ടുപിരിഞ്ഞ് ഞാൻ എൻ്റെ യേശുവിനോട് അടുത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, മരണം നമുക്ക് ബാധകമല്ല, മരണം നമുക്ക് പ്രശ്നമല്ല, മരണം അവസാനമല്ല, മരണം ആരംഭമാണ്. എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുത്തിരിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. നൂറ്റി 120 വയസ്സുള്ളവനായി മോശ മരിച്ചു. അവൻ്റെ കണ്ണ് മങ്ങിയില്ല, അവൻ്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടില്ല. 110 വയസ്സുള്ളവനായി യോശുവ മരിച്ചു. ആരോഗ്യദൃഢഗാത്രനായി അവൻ മരിച്ചു. യാക്കോബ് മരിക്കും പോലെ കിടന്ന് മക്കളുടെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിച്ച് തൻ്റെ ഇച്ഛകളെല്ലാം അറിയിച്ച് യാക്കോബ് പോയി. വേദപുസ്തകത്തിലെ ഭക്തശിരോമണികൾ പഴയ നിയമത്തിൽ അങ്ങനെ മരിച്ചവർ ധാരാളം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി അതല്ല. 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കർത്താവിന് വേണ്ടി പാനീയാഗമായി ഒഴിക്കപ്പെട്ടു. പൗലോസിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇരുന്ന് കരഞ്ഞു പോകും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം വായിച്ചാൽ ആരാണ് നിലവിളിക്കാതിരിക്കുക? 30 തരത്തിലുള്ള 30 സ്വഭാവത്തിലുള്ള പീഡകളാണ് പൗലോസ് അനുഭവിച്ചത് ദൈവമക്കളെ. ആ പീഡകൾ മുഴുവൻ പൗലോസ് ഏറ്റിട്ട് അവൻ താഴെ എഴുതി വെച്ചു, ഞാൻ എൻ്റെ ശരീരം വിട്ട് എൻ്റെ യേശുവിനോട് അടുത്തിരിപ്പാനായിട്ട്
കൊതിക്കുന്നു. ഇത്രയും കാലം കൂട്ടായ്മ കൂടിയ വചനം കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ അടുത്തിരിക്കാനുള്ള വാഞ്ച എത്രത്തോളം ഉണ്ടെന്ന് അവനവൻ തന്നെ ഒന്ന് മെഷർ ചെയ്യണം. എനിക്ക് അതിനുള്ളൊരു വാഞ്ചയുണ്ടോ? അതിനുള്ളൊരു ആഗ്രഹമുണ്ടോ? എൻ്റെ യേശുവിൻ്റെ അടുത്ത് എനിക്ക് ചെന്ന് ചേർന്ന് ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എല്ലാവരിലും നല്ലവനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് എല്ലാറ്റിലും വലിയവനാണ്. ഞാൻ കടന്നുപോയ സമയം ഗ്രാമവാസികൾ പാടിയ, അവർ ആർത്ത് വിളിച്ച, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രഭു യേശു സബ്സെ അച്ഛാ ഹേ. യേശു കർത്താവ് എല്ലാറ്റിനേക്കാളും നല്ലവനാണ്. പ്രഭു യേശു സബ്സെ ഊഞ്ചാ ഹേ. യേശു കർത്താവ് എല്ലാവരെക്കാളും ഉയർന്നവനാണ്. പ്രഭു യേശു മുച്ചേ മീട്ടാ ഹേ. അവൻ എനിക്ക് മധുരിമയാണ്, അവൻ എനിക്ക് നല്ലവനാണ്. മുച്ചേ ബെഡിയാ ഹേ. എനിക്കവൻ ശ്രേഷ്ഠനാണ്. ആ പാവങ്ങൾ വേണ്ടത്ര ആഹാരം കഴിക്കാനില്ലാത്തവരാണെങ്കിലും ഞായറാഴ്ച നേരം വെളുക്കുമ്പോൾ കുളിച്ച് വസ്ത്രം മാറി വേദപുസ്തകവും സ്തോത്ര കാഴ്ചയുമായി ആലയത്തിലേക്ക് വരി വരിയായി കടന്നു വന്ന് വരി വരിയായിരുന്ന് അവർ ഈ പാട്ടുകൾ ആർത്താർത്ത് പാടുമ്പോൾ ഞങ്ങളുടെ കൺകുളിർക്ക് കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ഭൂമിയിലൊരു പ്രത്യാശ വേണം. ഈ ലോകത്ത് ജീവിക്കാനല്ല, സ്വർഗത്തിൽ ജീവിക്കാൻ. ഇവിടെ വാരിക്കൂട്ടാനല്ല, സ്വർഗത്തിൽ സമ്പാദിക്കാൻ ഹൃദയത്തിലൊരു വലിയ കൊതി വേണം. അതിനുവേണ്ടി വാഞ്ചിക്കണം. യേശു കർത്താവ് നമ്മെ അതിനായി നിർബന്ധിക്കുകയാണ്. പൗലോസ് ഇവിടെ പറഞ്ഞില്ലേ, ശരീരം വിട്ട് ഞാൻ എൻ്റെ യേശുവിനോട് അടുത്ത് ഇരിപ്പാനായിട്ട് വാഞ്ചിക്കുന്നു. ശരീരം ആണ് അതിന് തടസ്സമായിട്ടുള്ളത്. നമ്മൾക്കറിയാം, വീണ്ടും ജനിച്ച മനുഷ്യൻ എവിടെ പാർക്കുന്നു? ഈ ആദാമിക ശരീരത്തിനകത്ത് പാർക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം, ഈ വീണ്ടും ജനിച്ച മനുഷ്യൻ ഈ പച്ചയടത്തിന്റെ ഉള്ളിൽ പാർക്കുന്നു. ഒരു കാരണവശാലും നമ്മളെ സ്വർഗത്തിൽ വിടില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ, അല്ലല്ല, ആർക്കാണ്? നമ്മൾ രാവിലെയും വൈകുന്നേരവും മോട്ടിയും പിയേഴ്സൊക്കെ ഇട്ട് കുളിച്ച് പെർഫ്യൂം അടിച്ച് കൊണ്ടു നടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് ഭയങ്കര നിർബന്ധമാണ്. നിന്നെ ഞാൻ സ്വർഗത്തിൽ വിടില്ല. മനസ്സിലായില്ലല്ലേ? റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഈ ജഡത്തിന് കുറെ അഭിലാഷങ്ങളുണ്ട്. ജഡത്തിന്റെ അഭിലാഷം നമ്മളെ സ്വർഗത്തിൽ വിടാനുള്ളതല്ല. ജഡത്തിന്റെ താല്പര്യങ്ങൾ നമ്മളെ നരകത്തിലേക്ക് വിടാനുള്ളതാണ്, പാപം ചെയ്യാനുള്ളതാണ്, അശുദ്ധിയിൽ ജീവിക്കാനുള്ളതാണ്, ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഇന്ന് തന്നെ ഈ ആരാധനയ്ക്ക് വരാൻ വീട്ടിൽ ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വല്ലാത്ത വടംവലി നടന്നിട്ടുണ്ടാവും. പോണോ? വേണ്ട, വേണം, ഇന്ന് പറ്റില്ല, അടുത്ത ആഴ്ചപ്പാം. ഇങ്ങനെയുള്ളൊരു ഗുസ്തി നടത്തിയിട്ടാണ് ഇന്ന് പലരും വന്നത് തന്നെ. അപ്പോഴാണ് ഓർത്ത്, എങ്കിൽ പിന്നെ യോഗത്തിന് പോയേക്കാം, യോഗം കഴിഞ്ഞ് ലുലുവിലും കയറി അത്യാവശ്യമുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാമല്ലോ. എങ്കിൽ പിന്നെ 2 കാര്യം നടക്കും. അന്വേഷിക്കുന്ന തോമസ് അങ്കിളിനെ പോലെയുള്ളവർ തലപൊക്കി നോക്കുമ്പോൾ, ആരുടെയൊക്കെ മുഖമുണ്ടെന്ന് നോക്കുമ്പോൾ ഒരു അറ്റൻഡൻസുമായി പോയേക്കാം. ഇങ്ങനെയൊന്നും വന്നിട്ട് എങ്ങോട്ടേക്ക് ഊറ്റിക്കാരിയില്ല. സ്തോത്ര അഴിച്ചിട്ടാ നല്ലത്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ സ്നേഹം കൊണ്ട് പറയട്ടെ, ഈ പുള്ളി വിടില്ലെന്നേ, വിടില്ല. നിങ്ങൾ ദിവസം വായിക്കാൻ നോക്കിക്കോ. ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന് വായിച്ചിട്ട് എത്ര നാളായി? ശാന്തമായിട്ട് 1 മണിക്കൂർ, വേണ്ട 1/2 മണിക്കൂർ എന്നും സങ്കീർത്തനം തന്നെയല്ലേ വായിക്കുക. ഒന്ന് മാറിയിരുന്ന് വേറൊരു ചാപ്റ്റർ ഒന്ന് എടുത്തൊന്ന് വായിച്ച് ഇത് മനസ്സിലാവുമെന്ന് നോക്കാൻ ഈ പുള്ളി സമ്മതിക്കില്ല. പ്രാർത്ഥിക്കാനിരുന്നാൽ ബിളുബിളുബിളൂന്ന് കുറേ അങ്ങ് വായിച്ചു വിടും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു വിടും. അതല്ലാതെ കണ്ണടച്ച് ഹൃദയത്തിനകത്ത് യേശു അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് AC ഓഫ് ചെയ്തില്ല എന്ന് ഓർക്കണതോ, ഗ്യാസ് ഓഫ് ചെയ്തില്ല എന്ന് ഓർക്കണതോ, അവനെ വിളിച്ചില്ല എന്നുള്ളത് ഓർക്കണതോ, എല്ലാം ഓർമ്മ വരുന്നത് എപ്പോഴാ? ഇവിടെ അങ്ങനെയാ. ശാന്തമായിട്ടിരിക്കുമ്പോൾ എല്ലാം കയറി വരും. അടങ്ങി ഒതുങ്ങിയിരുന്ന അപ്പാന്ന് വിളിച്ചിട്ട് എത്ര നാളായി. തമിഴ്നാട്ടിലെ വീരപ്പൻ്റെ കാട്ടിൽ വേലയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു സിംഗിൾ റോഡുണ്ട്, വളരെ കഠിനം പിടിച്ച വഴിയാണ്. ആ പോകുന്ന വഴി അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു വലിയ കൊടവയറുള്ള വലിയ നാക്ക് പുറത്തേക്കിട്ട് കോമ്പല് കാണിച്ച് ഉണ്ടക്കണ്ണുള്ള ഒരു വെട്ടുകത്തി പിടിച്ചൊരു വലിയ സ്റ്റാച്യു ഉണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ഈ മുറിക്കകത്ത് കൊള്ളൂല. അതുപോലത്തെ ഒരു സ്റ്റാച്യു ചുമന്ന കളറിൽ ഇങ്ങനെ ഉണ്ടാക്കി അവിടെ വെച്ചേക്കുക. ഇപ്പൊ പോകുന്ന സകല ഈ സത്യമംഗലം വീരപ്പൻ്റെ കാട്ടിലേക്ക് പോകുന്ന സകല ആദിവാസികളോട് തേങ്ങ ഉടയ്ക്കും. തേങ്ങ ഉടച്ചിട്ടൊന്ന് കൈ തൊഴുതിട്ട് പോകുള്ളൂ. ഇത് കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജാതി നമ്മളവിടെ ചെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ഇവർ രക്ഷിക്കപ്പെട്ടു, ഇവർ സ്നാനപ്പെട്ടു, ഇവർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വരാൻ തുടങ്ങി. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ഇവരോട് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് കണ്ണടയ്ക്കും. ഒരു ദിവസം കണ്ണടച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ എന്തിനാ കാണണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തെളിഞ്ഞു വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, സാറേ, ആ കയറി വരുമ്പോൾ കാണുന്ന ഉണ്ട കണ്ണും ആ നീണ്ട നാക്കും കോമ്പം പല്ലുമുള്ള കൊടവയറിനെയാ ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല സാറേ. കണ്ണടയ്ക്കുമ്പോൾ ഇതാ കാണുന്നത്, ലുട്ടാപ്പിയനെ. ഒരു മാസം കഴിഞ്ഞപ്പോൾ ദയാസാഗർ എന്നുള്ള സിനിമ കൊണ്ടുപോയി അവരെ കാണിച്ചു. അവർ നന്നായിട്ട് 2-3 വട്ടം കണ്ടു. കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് യേശുവിൻ്റെ ക്രൂശിലെ പീഡ ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഒരു ചിത്രം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് മറ്റൊന്ന് ഹൃദയത്തിൽ വയ്ക്കണം. പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുമ്പോൾ കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിനെ കാണാൻ കഴിയാത്ത ജീവിതം പരാജയമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണമല്ലോ. ഇന്ന് സായങ്കാലം നല്ലവനായ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നതാകയാൽ കൈപ്പണിയല്ലാത്തൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അതിനുവേണ്ടി കൊതിക്കണം. എനിക്ക് സ്വർഗത്തിൽ പോകണം. എന്തു വന്നാലും പ്രശ്നങ്ങൾ നമ്മളിട്ട് കുഴയ്ക്കുകയാണ്, രോഗങ്ങൾ നമ്മിട്ട് അലട്ടുകയാണ്, ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന് നമ്മളെ വട്ടം കറക്കുകയാണ്. എൻ്റെ പൊന്നുകൂടെ പിറപ്പേ, ഇന്ന് ഈ സായങ്കാലം ഈ ഹോളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കാണുന്നു, നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സ് വെള്ളം പോലെ പകരാൻ അവനിവിടെ വന്നിട്ടുണ്ട്. അവനെ കാണാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങണം. കർത്താവെ, ഈ ശരീരം മണ്ണോട് മണ്ണായി അമർന്നു പോകുന്നതാണ്. ഈ ശരീരം മുഴുവൻ പുഴുവാണ്. മണ്ണിൽ വെച്ചാൽ 4-ാം ദിവസം എവിടെ നിന്നറിയില്ല ശരീരം മുഴുവൻ പുഴുകേറും. അതുപോലൊരു ശരീരത്തെയാണ് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. എന്നാൽ കർത്താവേ, ശരീരത്തിലിരിക്കുന്നിടത്തോളം കാലം കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്ന് ദൂരെയാണ് കർത്താവേ. പ്രാർത്ഥിക്കാനിരുന്നാൽ നിന്നെ കാണാൻ പറ്റുന്നില്ല. ആരാധിപ്പാൻ ആലയത്തിൽ പോയാൽ നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് നിന്നെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം ഈ സമയം. എനിക്ക് ശരീരം വിട്ട് എൻ്റെ കർത്താവിൻ്റെ അടുത്തിരിക്കാനും എൻ്റെ ഉള്ളിലൊരു തുടിപ്പുണ്ട്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഉള്ളിലൊരു ആശയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ പറയണം. എനിക്ക് ഇനി എത്ര കാലം ഭൂമിയിലുണ്ടെന്ന് അറിയില്ല. നമ്മൾ അനേകരെ ഈ ദുബായിൽ നിന്ന് എംബാം ചെയ്ത് അയച്ചില്ലേ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ പാക്ക് ചെയ്ത് വിട്ടില്ലേ? നമ്മളെക്കാൾ കഴിവും ബലവും കുറഞ്ഞവരും കൂടിയവരെയൊക്കെ നമ്മൾ പറഞ്ഞയച്ചില്ലേ? അനേകർ ഇവിടുന്ന്
നാട് വിട്ടു പോയില്ലേ, എന്നാൽ എൻ്റെ ദൈവം ഈ 2025 കാണാൻ അവൻ എന്നെ നിലനിർത്തിയതിൻ്റെ പിന്നിൽ അവൻ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഉള്ളിലെ ആഗ്രഹം എൻ്റെ യേശുവിനോട് അടുത്തിരിക്കാനാണ്. എൻ്റെ യേശുവിൻ്റെ അടുത്തിരിക്കാനാണ്. ഈ ശരീരം അങ്ങ് ഉടഞ്ഞിട്ട്, ഈ മൺപാത്രം അങ്ങ് ഉടഞ്ഞിട്ട്, ഈ രോഗമുള്ള ശരീരം അങ്ങ് മാറിയിട്ട്, വേദനയുള്ള ശരീരം അങ്ങ് ഒഴിഞ്ഞു പോയിട്ട്, കൈപ്പണിയല്ലാത്ത ഒരു വീട്, കൈപ്പണിയല്ലാത്ത ഒരു ശരീരം എനിക്ക് എൻ്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. എനിക്കത് പ്രാപിക്കണം, എനിക്കത് അനുഭവിക്കണം, എനിക്ക് അവൻ്റെ അടുത്തിരിക്കണം. എന്തെല്ലാം പോയാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, അപ്പാ നിത്യത നഷ്ടപ്പെടരുതേ. ഇന്ന് മാനിക്കുന്നവർ നാളെ നിന്ദിക്കും ദൈവമക്കളെ. ഇന്ന് സ്നേഹിക്കുന്നവർ നാളെ വെറുക്കും ദൈവമക്കളെ. ഇന്ന് നല്ല വാക്ക് പറയുന്നവർ നാളെ മാറി നിന്ന് പദം പറയും ദൈവമക്കളെ. എന്നാൽ കാൽവറിയിൽ രക്തം തന്ന് വിലക്കെടുത്ത നമ്മുടെ യേശു അപ്പച്ചനുണ്ടല്ലോ, എന്തെല്ലാം കുറവ് വന്നാലും തൻ്റെ മാറോട് അവനെ ഒതുക്കി പിടിക്കും. ആമേൻ. നിങ്ങൾക്ക് ആശയുണ്ടോ? എൻ്റെ യേശു അവനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ? ആശിക്കുന്നുണ്ടെങ്കിൽ അവനോട് പറ ദൈവമക്കളെ, വെറുതെ നിൽക്കല്ലേ. ഞാൻ നിങ്ങൾക്കൊരവസരം തരികയാണ്. എല്ലാവരും ഈ വചനം ഗ്രഹിച്ചതൊക്കെ കർത്താവിനോടൊന്ന് പറയണം. എല്ലാവരുടെയും അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇനി ബാക്കിയുള്ള എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരികയാണ്. ജീവിക്കാനല്ല എനിക്ക് ആശ, അങ്ങയോട് ചേരാനാണ് എൻ്റെ ആശ. ഇവിടെ പണിതുകൂട്ടാനല്ല എൻ്റെ ആശ, സ്വർഗത്തിലെ കൂടാരത്തിൽ പാർക്കാനാണ് എനിക്ക് ആശ. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരുടെ നിരയിൽ, വിശുദ്ധന്മാരുടെ നിരയിൽ എനിക്ക് ചെന്നിരിക്കണം. എൻ്റെ യേശുവിനെ ഉള്ളതുപോലെ കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ, രണ്ട് കരങ്ങളും മേലോട്ട് ഉയർത്തിയിട്ട്, നിങ്ങളുടെ ശിരസ് അല്പം മേലോട്ട് ഉയർത്തി ഈ അന്തരീക്ഷത്തിലേക്ക് നോക്കിയിട്ട് അവനൊന്ന് വിളിക്കാമോ? കർത്താവേ എന്നൊന്ന് വിളിക്കാമോ? എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്നൊന്ന് വിളിക്കാമോ? നീ എന്ന് വരൂ? നിന്നോട് ചേരാ, നിന്റെ അടുത്തിരിപ്പാ. അന്നാളിൽ ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. കർത്താവേ, ഞങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു പിരിയും. കരങ്ങളെ നെഞ്ചോട് ഒതുക്കി പിടിച്ചെല്ലാവരും പ്രാർത്ഥിക്കൂ. ഞങ്ങൾ പിരിയ ദൈവമേ, ഞങ്ങളിപ്പോൾ പിരിയ. ഇനി ഞങ്ങൾ എന്ന് കാണുമെന്ന് ചോദിച്ചാൽ, ആദിവാസി വിളിച്ചു പറഞ്ഞതുപോലെ സ്വർഗ ക ദർബാർ മേ ഹം മിലേംഗേ, സ്വർഗത്തിലെ മഹാസഭയിൽ ഒരുമിച്ച് കാണും. അന്ന് ഒരുമിച്ച് കാണും, ഒരുമിച്ച്. മോശയുണ്ടവിടെ, ഏലിയാവുണ്ടവിടെ, ആദമുണ്ടവിടെ, പൗലോസ് ഉണ്ടവിടെ, പത്രോസ് ഉണ്ടവിടെ. അനേകം ഭക്ത ശിരോമണികളെ കൺകുളിർക്ക് കാണാനുള്ള ദിവസം എൻ്റെ മുൻപിൽ എനിക്ക് എൻ്റെ അപ്പൻ വെച്ചിട്ടുണ്ട്. ആകയാൽ എനിക്കുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി മുൻപോട്ട് കുതിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു കൊച്ചു ജീവിതമേ എനിക്കുള്ളൂ. അത് നിനക്ക് വേണ്ടി കത്തിത്തീരണം. ഇനി ബാക്കി എത്രയുണ്ടെന്ന് അറിയില്ല. എന്തെല്ലാം മനക്കോട്ടകൾ കെട്ടിത്തീർക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ശേഷിക്കുന്നത് ഞാൻ നിനക്ക് തരിക.
ഒന്ന് പറഞ്ഞേ. ബാക്കിയുള്ളത് മുട്ടുവേദന, കാലുവേദന, കഴുത്ത് വേദന, ശരീരത്തിൽ അവിടവിടങ്ങളിലായി ഒത്തിരി അസ്വസ്ഥതകൾ, ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് വേണം. മുമ്പോട്ട് ഇഴഞ്ഞങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാ, ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഈ ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാ. ഇനിയുള്ളത് നിനക്ക് വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. നീ ഒരുക്കുന്ന ഭവനം സ്വന്തമാക്കാൻ എനിക്ക് നീ കൃപ തരണമേ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. വചനം കേട്ട് ഞങ്ങളെ സമർപ്പിക്കുക. കർത്താവെ, നീ മഹത്വം എടുക്കണം. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. തോമസ് അങ്കിളിനായിട്ട്, ബേഗുട്ടിച്ചായനായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെയൊക്കെ നല്ല പ്രായത്തിൽ കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ ഉൽപ്പന്നമാണല്ലോ ഈ കൂടി വരവ് ദൈവമേ. അവരുടെ അധ്വാനങ്ങൾക്കിടയിൽ യേശുവിന് വേണ്ടി വില കൊടുത്ത് നിന്നതുകൊണ്ടാണല്ലോ ഇന്നിങ്ങനെ കൂടി വരാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായത്. അവരുടെ വാർദ്ധക്യത്തെയൊക്കെ നീ അനുഗ്രഹിച്ചാട്ടെ, ശോഭനമാക്കിക്കാട്ടെ. അധ്വാനിച്ച എല്ലാ ദൈവമക്കൾക്കായി, ഇന്നത്തെ കൂടിവരവിന് വേണ്ടി ശ്രമിച്ച എല്ലാ ദൈവമക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, അനുജന്മാർക്കായി, കർത്താവെ, അല്പമായിട്ടും അധികമായിട്ടും ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും വേണ്ടി നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ മാർച്ച് മാസം ആദ്യ ദിവസം 3-ാം തീയതി വരെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിന് ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവാണല്ലോ നമുക്ക് ലഭിച്ചത്. നമ്മളെ പ്രിയ മത്തായി സാറ് EGM ഓഫ് ഇന്ത്യയുടെ ശുശ്രൂഷകളെല്ലാം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ കാണുവാൻ സാധിച്ചു. ആദിവാസികളുടെ മധ്യത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും പ്രാർത്ഥിക്കാം. അവിടെ പോയി ശുശ്രൂഷ ചെയ്യുന്നവർ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ദൈവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മത്തായി സാറിന് ഈ ശുശ്രൂഷകൾക്ക് നല്ല നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. നമ്മളെ എല്ലാവരും ഉന്നയിച്ച് ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മളിപ്പം ഭവനത്തിലേക്ക് പോകുന്നത്. റോമറുടെ ലേഖനം 8-ാം അധ്യായത്തിൽ വളരെ കാര്യങ്ങളുണ്ടെന്ന് മത്തായി സാറ് പറഞ്ഞു, ജഡപ്രകാരമുള്ളത്. അത് വായിച്ച് നോക്കണം ഇനി. എന്നാൽ ഈ എടുത്ത തീരുമാനം ആ ഒരു പ്രത്യാശയോട് എനിക്ക് എൻ്റെ യേശുവിനോട് കൂടെ ആയിരിക്കണം. ആ ഭൗമിക ആ ഒരു കൂടാരം എനിക്ക് ഒരുക്കിയിരിക്കുന്നിടത്ത് എൻ്റെ യേശുവിൻ്റെ കൂടെ തന്നെ എനിക്കും ആകണം. ആ ഒരു വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് ഇന്ന് മടങ്ങിപ്പോകാം. ആ പ്രത്യാശ മനസ്സിരുന്നാൽ മതി. ഞാനും ആ പ്രത്യാശ മനസ്സിൽ വെക്കുന്നു. ആ പ്രത്യാശയോടുകൂടി നമുക്ക് പോകാം. അപ്രകാരം ആകത്തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും, നമ്മെ നടത്തും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി തീരും. ആ പ്രത്യാശയോടുകൂടി നമുക്ക് പോകാം. പ്രിയ വർഗീസ് ടൈറ്റസ് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത്. Hallelujah. Thank you, Jesus. I mean, for this wonderful session we had, the praise and worship and the intercession prayer and the psalm meditation and about EGM, about Dr. Mathai sir. God bless him abundantly. The word of God says the harvest is truly plenty, but laborers are few. Let the Lord send more laborers to his vineyard. So we all have to be working as witnesses and laborers in his vineyard. So the Lord is coming with his reward. So we wait for that with the blessed hope that is coming will bring us, we will wipe out all tears and we will be glorious, having glorious body, and we will be one with him, and we will having beautiful mansions, and we will be staying all together united with him forever and ever. That is our blessed hope. What is our joy and hope? Are we not even at his presence at his coming? Lord, prepare our hearts, prepare our lives to be your true witnesses, even at the cost of our own lives, O Lord. Nothing compares, O Lord. What profits a man if he gains the world, but loses his own soul? O Lord, you have paid with your precious blood, you have brought us, redeemed us.
And we are, Lord Jesus, nothing can separate us from your love. And in all these things, we are more than conquerors in those who loved us and gave yourself for us. Amen. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടമേ. അതുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന സർവശക്തന്റെ സമാധാനവും സാവകാശവും നമ്മളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും വചനം ശുശ്രൂഷിച്ച കത്തുദാസനോടും EGM തുടർന്നുള്ള ശുശ്രൂഷയോടുകൂടിയും നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരണം. പ്രൈസ് ദി ലോർഡ്.